രാവിലെ മുതലുള്ള വർക്ക് പ്രഷർ കാരണം വൈകുന്നേരം ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട് ടയർഡായി. അപ്പൊ പിന്നെ ഒരു മന്തി കഴിച്ചതെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് വെറൈറ്റി ഒരു സ്പോട്ട് ഞങ്ങൾ തപ്പിക്കൊണ്ടെടുക്കാറ്. അപ്പോഴാണ് ഈ അറേബ്യൻ ട്രീറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചത്. ഇത് തൃശ്ശൂർ പുങ്ങത്താടി സ്പോട്ട് വരുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആണ്. അതിന് കൂടെ തന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ് ഏറ്റവും കൂടുതൽ, ഫുഡിനേക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ വൈകുന്നേരം അപ്പോൾ ഭയങ്കര രസമാണ് കാണാനായിട്ട്. രാവിലെ പ്രത്യേകിച്ച് രസമൊന്നും എനിക്ക് തോന്നില്ല, പക്ഷെ വൈകുന്നേരം ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ വരുന്ന ഒരു ടയർഡ്നെസ് ഒക്കെ മാറ്റാനായിട്ട് പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഹണി അൽഫാം മന്തിയാണ് ബുക്ക് ചെയ്തത്. ഹണി അൽഫാം മന്തിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. സാധാരണ മന്തിക്കുള്ള പോലത്തെ ഒരു ടേസ്റ്റ് അല്ല. പ്രത്യേകിച്ച് ഒരു ഷുഗറും അതിന്റെ കൂടെ തന്നെ കുറച്ച് പുളിപ്പും ഒക്കെ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. എല്ലാവർക്കും ഈ മന്തി ഇഷ്ടപ്പെട്ടോളുന്നില്ല, പക്ഷെ ഒരു വെറൈറ്റി മന്തിയൊക്കെ വേണമെന്നുള്ളവർക്ക് പറ്റിയ മന്തി തന്നെയാണ് ഹണി അൽഫാം മന്തി. പിന്നെ സാധാ മന്തിനേക്കാളും കുറച്ചുകൂടി കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു ഈ മന്തി. പ്രത്യേകിച്ച് അതിന്റെ മുകളിൽ കിടക്കുന്ന ഒരു ഗാർണിഷിംഗ് ഒക്കെ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. അപ്പൊ ഞങ്ങള് ഫുഡ് വന്നപ്പോൾ തന്നെ നേരെ വർക്കിലേക്ക് കിടന്നു. ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഏറ്റവും ടോപ്പ് മന്തി എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അതിന്റെ റൈസ് ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു. പ്രത്യേകിച്ച് വിട്ട് വരുന്ന ടൈപ്പ് റൈസ് ആയിരുന്നു. അതുപോലെ ചിക്കനൊക്കെ ഭയങ്കര ജ്യൂസി ആയിരുന്നു, ഭയങ്കര സോഫ്റ്റും ആയിരുന്നു. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശേഷം ഞങ്ങള് 3 ഗ്രേപ്പ് ലൈമും കൂടിയാണ് അതിന്റെ കൂടെ മേടിച്ചത്. അതും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ അതിൽ കുറച്ച് ഷുഗർ കൂടുതലായിരുന്നു. കുറച്ചറിഞ്ഞ് കുറച്ചുകൂടി നല്ലതായിരുന്നു തോന്നി. പിന്നെ ഈ ഫുഡ് ആംബിയൻസ് ഒക്കെ കൂടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ബില്ല് കൊടുത്ത് നേരെ പുറത്തിടും. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. വീണ്ടും കാണാം. താങ്ക് യു.